കേൾക്കുന്നുണ്ടോ? കമ്പിളിപ്പതപ്പേ. ഹലോ, കട്ട് ചെയ്തിട്ട് പോയോ? ഹലോ മോൾ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മിണ്ടാണ്ട് പോന്നേ. ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ സാധിക്കുന്നത്? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കോൾ ടു പത്തനാപുരത്തിലേക്ക് സ്വാഗതം. ഇന്ന് 1201 വൃശ്ചിക മാസം 20-ാം തീയതിയാണ്, അല്ലെങ്കിൽ 2025 ഡിസംബർ മാസം 6-ാം തീയതി, ശനിയാഴ്ച ദിവസമാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം തിരുവാതിരയാണ് നക്ഷത്രം. സത്യത്തിൽ ഈ പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളില്ലേ, പിന്നിൽ നിന്ന് കുത്തുന്നവർ, നമ്മളെയൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്നവർ, ഇവർ പിന്നിൽ നിന്ന് കുത്തുമോ എന്ന് പറയുന്നവർ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ സാധിക്കുന്നത്? നമ്മൾ എവിടെ നിൽക്കുമ്പോൾ, ഏത് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഒരാൾക്ക് നമ്മളെ കുത്താൻ സാധിക്കുന്നത്? നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴാണ്. അതായത് നമ്മൾ അവരുടെ മുന്നിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ആശ്വസിക്കൂ, നമ്മൾ ഒരിക്കലും അവരുടെ പിന്നിലല്ല, നമ്മൾ അവരുടെ മുന്നിലാണ്. അതുകൊണ്ട് അവർ പിന്നിൽ നിന്ന് കുത്തും. അപ്പോഴും നമ്മൾ പിന്നോട്ട് പോകരുത്. എപ്പോഴും നമ്മൾ അവരുടെ മുന്നിൽ തന്നെ ഉണ്ടാകുക, അവരുടെ മുന്നിൽ യാത്ര ചെയ്യുക. നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കോൾ ടു പത്തനാപുരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് കോൾ ടു പത്തനാപുരത്തിലേക്ക് വാട്സപ്പ് ചെയ്യാം. നമ്പർ 8075728112 എന്ന നമ്പറാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തോളൂ. തീർച്ചയായും നിങ്ങളിലേക്ക് വെളിയെത്തും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കോളുകളിലേക്ക് പോകാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കമ്പിളിപ്പതപ്പേ. ആ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളെ. മാർച്ച് 10, 1986. 86. സമയം പറഞ്ഞോളെ. സമയം 9:30 PM. 9:30 PM. മോളെ, പൂരുരുട്ടാതി നക്ഷത്രമല്ലേ? തിങ്കളാഴ്ച ദിവസമല്ലേ? ആ, കുംഭ 26-ാം തീയതി തിങ്കളാഴ്ച മോളെ. ആ, കല്യാണം നടന്നിട്ടില്ലല്ലോ അല്ലേ? ആ മോളെ, കുറെ നാൾ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു അല്ലേ? പക്ഷെ അതിനെ കുറച്ച് മാറ്റം ഉണ്ടല്ലോ മോളെ. ഒരു ഫെബ്രുവരി 17-ാം തീയതിക്ക് ശേഷമാണ് കൂടുതലൊരു മാറ്റം ഉണ്ടാവുന്നത്. 2026 മോളെ. ഇപ്പൊ ആലോചന, ഇപ്പൊ പുള്ളി ഓക്കെ ആയോ? ആലോചനകൾ നടത്താൻ ഓക്കെ ആയോ? ആലോചന നടത്താൻ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മയ്ക്ക് കുറെ വർഷങ്ങളായിട്ട് തീരെ വയ്യ. ക്യാൻസർ ആണ്, ഇപ്പം സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ചേട്ടന് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടയ്ക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയൊക്കെ നിന്നില്ലേ മോളെ? മോളെ, ഇപ്പൊ ചെറിയൊരു ജോലി കിട്ടുന്നതിൽ അങ്ങ് കയറാൻ പറയണം കേട്ടോ. ഒന്നാമത് നമ്മളെ ആരും സഹായിക്കാനില്ല. അപ്പോൾ ഫെബ്രുവരി മാസം 17-ാം തീയതി മുതലാണ് കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത്. അത് നല്ലതാണ് മോളെ. കുറച്ചുകൂടെ ഒരു ആലോചനകളൊക്കെ വരും. പിന്നെ ജോലിയുടെ കാര്യത്തിലും കുറച്ചുകൂടി ഒന്ന് സജീവമായി നോക്കാൻ പറയണം കേട്ടോ. അല്ല, അതാന്നു ഞാൻ അമ്മയെ നോക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ എല്ലാം നമ്മൾ കൊണ്ടുപോകണ്ടേ? ആ, നല്ല കാര്യമൊക്കെ തന്നെയാണ്. അമ്മേനെ നല്ലോണം നോക്കണം. ശരിക്കും പറഞ്ഞാൽ പുത്രൻ പുത്രി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും വയ്യാതിരിക്കുമ്പോൾ അവരെ നല്ലോണം നോക്കുമ്പോൾ കൂടാണ്. അപ്പൊ അതൊക്കെ നല്ലതാണ്. ഫാമിലിയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് മാത്രമല്ല, കുറെ വർഷങ്ങളായിട്ട് എനിക്ക് വേറൊരു ബ്രദർ ഉണ്ടായിരുന്നു. അടുത്ത എന്റെ ഇളയൊരു ബ്രദർ ഉണ്ടായിരുന്നു. ചേട്ടൻ മരിച്ചുപോയി. അതൊക്കെ കഴിഞ്ഞപ്പോ തൊട്ടാണ് എനിക്ക് മനസ്സിലായി മോളെ. കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ തൽക്കാലം എന്തായാലും ഒരു കാര്യം ചെയ്യാം. മോളെ, നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാ? നമ്മുടെ കുടുംബക്ഷേത്രം ചെന്നിത്തല. ആ, അപ്പൊ മോൾ അവിടെ ചെറിയ നിലവിളക്ക് മേടിച്ചൊന്ന് കൊടുക്കാൻ പറയണം കേട്ടോ. അമ്മയുടെ കുടുംബക്ഷേത്രം അവിടെയാണ്. ആ, അവിടെ മതി. ഒരു ചെറിയ നിലവിളക്ക് മേടിച്ചൊന്ന് കൊടുക്കാൻ പറയണം കേട്ടോ. പിന്നെ ഫെബ്രുവരി മുതൽ കുറച്ചുകൂടി നല്ല സമയമാണ് മോളെ. ഏതെങ്കിലും നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി അങ്ങ് നമ്മൾ നോക്കാനൊക്കെ നിൽക്കാതെ ഒരുമാതിരിയൊക്കെ യോജിക്കുന്നതുണ്ടെങ്കിൽ അങ്ങ് നടത്താൻ പറ്റുന്നെങ്കിൽ നോക്കണം കേട്ടോ. നമുക്കിപ്പോ എന്താണെങ്കിലും നമ്മളിപ്പം സത്യം പറഞ്ഞ ഹിന്ദുവിന്റെ ഏത് മതി, നമ്മുടെ തന്നെ വേണമെന്നില്ല. അങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. അതാണ്. ആ, വരും മോളെ, നല്ലൊരെണ്ണം വരും മോളെ, ആശങ്കപ്പെടണ്ട കേട്ടോ. ഞങ്ങളിപ്പോ സാറിനെ കാണുന്ന അങ്ങോട്ട് കൊല്ലത്തല്ലേ വീട്? കൊല്ലത്തല്ല, പത്തനാപുരം. കൊല്ലം ജില്ലയാണെന്നേ ഉള്ളൂ, പത്തനാപുരമാണ്. കൊല്ലം ടൗൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ 50 കിലോമീറ്റർ ഉണ്ട്. സാരമില്ല. ഇപ്പം എന്തായാലും മോള് വരണ്ട. ഫെബ്രുവരി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു സമയം കുറച്ചുകൂടി ഒന്ന് മാറുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ആലോചനകൾ വരും. നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ആശങ്കയൊന്നും വേണ്ട. പിന്നെന്താ,
പറഞ്ഞോ. എന്റെ 1997 ആഗസ്റ്റ് 5. സമയം പറ മോളെ. സമയം 12:45 AM. 12:45 AM. അതെ മോളെ മോടെ നക്ഷത്രം മകമാണ്. അതെ മക. ചൊവ്വാഴ്ച ദിവസമാണ്. കർക്കിടക മോളെ മോക്കൊരു നല്ല ജോലി കിട്ടേണ്ട കുട്ടിയാണല്ലോ. എനിക്ക് ജോലി അമ്മയുടെ ഇത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിൽ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അത് കാരണം നല്ല ജോലിയിലേക്കൊന്നും എനിക്കും പോകാൻ പറ്റില്ല. മോളും കൂടെ നോക്കണം കേട്ടോ. നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അതിന് നോക്കണം. നല്ല ജോലി. കുഞ്ഞാവാവ ഉണ്ടായി 2 മാസം ആയതേ ഉള്ളൂ. ഇപ്പൊ ഇത്തിരി ഹെൽത്തും ഒന്ന് നോക്കിക്കോണേ മോളെ. ചെറിയ ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ട്, വലിയ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കാൻ. അതുകൂടെ ഒന്ന് നോക്കിയാൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല മോളെ. സമാധാനപ്പെട്. നമുക്ക് ചേട്ടൻ്റെ കല്യാണം അടുത്ത വർഷം എങ്ങനെയെങ്കിലും നടത്താനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ശരി മോളെ, ഞാനും പ്രാർത്ഥിക്കാം. ടാറ്റ. ഹലോ, എന്തുണ്ട് വിശേഷം? ഇത്രയും സർപ്രൈസ് ആവാതെ എന്തോ ഇത്. ഹലോ, കട്ട് ചെയ്തിട്ട് പോയോ? റിലാക്സ് രാവ്. എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഹലോ കൂളാവ്, റിലാക്സ്. പിന്നെ അവിടെ മഴയുണ്ടോ ഇപ്പം? ആ, വെയിലാ? നല്ല കാലാവസ്ഥ. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ശരി, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോ 6/12/1986. സമയം 8:15 PM. 8:15 PM. ഓക്കെ മോളെ, അവിട്ടമാണ് നക്ഷത്രം. ശനിയാഴ്ച ദിവസമാണ്, വൃശ്ചികം 20-ാം തീയതിയാണ്. ഇപ്പൊ കുറച്ച് ഭയങ്കര ടെൻഷൻസ് ഉണ്ടാകുന്ന സമയമാണല്ലോ കുഞ്ഞേ. ഹലോ, ഇതിടയ്ക്ക് എവിടെ പോവാ? പിന്നെ ഇടയ്ക്ക് അനക്കമില്ല മോളെ. മോക്ക് ഏഴരശനിയൊക്കെ ആയിരുന്നു, കുറച്ച് മാനസികമായ ടെൻഷൻസും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാകേണ്ടുന്ന സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു സമയത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അത് ഇപ്പം ശനിദശയിൽ ശനിയുടെ അപഹാരം കൂടെ ഉണ്ടേ. അപ്പം അത് നമ്മളായിട്ട് കുറേ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും. ജോലിയൊക്കെ ഇല്ലേ കുഞ്ഞേ? കിട്ടിയില്ല ഇതുവരെ? അതെന്താ? ഒന്നുകൂടെ പോകാൻ നോക്കണം കേട്ടോ. ചതിവ് വരാതെ നോക്കണം കേട്ടോ. ചേട്ടാ, മൊത്തം കൊണ്ടുപോയോ? കേസൊന്നും കൊടുത്തില്ല? ശരി, ദുബായ് പോലീസിന് കൊടുത്തിപ്പോ കേസ് നടക്കുന്നുണ്ടോ? ഈ ദുബായ് പോലീസൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോ അവിടെ അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ, പിടിക്കും. സാരല്ല. ഇപ്പൊ ഒരുപാട് പൈസ പോയോ മോളെ? മോളെ മൈഗ്രേഷന് വേണ്ടി കൊടുത്താണോ? മോളെ സാരല്ല, ഇപ്പം എന്തെങ്കിലും ഈ ഞാൻ പറയുന്നത് മോളെ മിഡിൽ ഈസ്റ്റിലെങ്ങാനും തന്നെ പോകാൻ നോക്ക്. ഈ മൈഗ്രേറ്റഡ് കൺട്രി എന്നുള്ളത് ഞാൻ അത് മോളെ നിരുത്സാഹപ്പെടുത്തുമല്ല, പക്ഷെ നമ്മൾ പൈസയൊക്കെ കൊണ്ടുവന്ന് ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഏജും എല്ലാം കൂടെ വെച്ചിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ നോക്ക്. അതിന് പറ്റുന്ന സമയമാണ് മോക്കിപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ മോള് ഭയങ്കര മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന പീരീഡാണ് മോളെ. ചില സമയത്ത് നമുക്ക് 10 പൈസ പോലും എടുക്കാൻ കാണില്ല, മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും കുറച്ച് കുഴപ്പമായി തീരും. അങ്ങനത്തെ സമയമാണ്. അത് മാത്രമല്ല, വെറുതെ നടക്കേണ്ട കാര്യങ്ങൾ പോലും ഡിലേ വന്ന് പോകുന്ന മാതിരി പോകുന്ന സമയം കൂടാണ്. മനസ്സിലായോ? ഹലോ മോൾ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മിണ്ടാണ്ട് പോന്നേ? അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യുക. വലിയ മോശം സമയമായിരുന്നു, ഒത്തിരി തലവേദന ഉണ്ടാകുന്ന സമയമായിരുന്നു, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന സമയമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ജീവിതം തന്നെ വല്ലാതെ നശിച്ചു പോകുന്നത് പോലത്തെ കാലമൊക്കെയാണ് കുഞ്ഞെ കടന്നുപോയത്. അപ്പം നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം. അതിന് മോക്കൊരു ജോലി വളരെ അത്യാവശ്യമാണ്. അപ്പം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ജോലി കിട്ടും, അതിനുവേണ്ടി ശ്രമിക്കേ. അറിയാൻ പറ്റുമോ നമ്മൾ എന്ത്
ഓരോരുത്തരുടെ ദേഹത്ത് ശാശിക്കുണ്ടോന്ന് അങ്ങനെ അറിയാൻ പറ്റുന്നത്. ഇത് അങ്ങനെ ആരോ പറഞ്ഞു ദേഹത്ത് ശ്വാസക്കളുണ്ട് ഒഴിപ്പിച്ച് തരാം, എത്ര രൂപ? അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എത്ര രൂപ? അത് അവര് പൈസ ഒന്നും അവര് ചെയ്യില്ല, അത് വേറെ സ്ഥലത്ത് പോയി ചെയ്തോളാൻ പറഞ്ഞു. എവിടെങ്കിലും നിങ്ങൾ പോയി ചെയ്തോളാൻ പറഞ്ഞോ, അതോ ചെയ്യുന്നത് ആരാണെന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞോ? ഇല്ല അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ അവിടെ പോയി. അപ്പൊ ഹാഫ് മര്യാദക്കാരാ? അങ്ങനൊന്നും ഇല്ല കുഞ്ഞെ. ഇതൊക്കെ കേട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇത് വിശ്വസിച്ചൊക്കെ ഇരിക്കാവൂ. എന്ത് മരിച്ചുപോയ ആത്മാവ് കയറി എന്നാണോ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനത്തെ ആരെങ്കിലും ആണോ? ഇല്ല, ഏതോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു. വഴിയെ പോകുന്ന സ്ത്രീയൊക്കെ നിങ്ങളുടെ ശരീരത്ത് വന്ന് കയറാൻ? അല്ല, അത് പറയും, അത് പരിഹാരം നോക്കിയാൽ മതി മോളെ. 2-3 പേരല്ല, ഒത്തിരി പേര് പറയും. കാരണം ഇതിന് പരിഹാരം എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. പകുതി മര്യാദക്കാരനായതുകൊണ്ട് എനിക്ക് പൈസ കൊണ്ട് തരണമെന്ന് പറയുന്നില്ല. സാധാരണ മോള് കേൾക്കുന്നത് ഒന്നുകിൽ ഞാൻ ഒഴിപ്പിച്ച് തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ 2-3 പേരുടെ പേര് പറ, ഞാനും ഒരാളുടെ പേര് പറയാം, എന്നിട്ട് ഞാൻ പ്രശ്നം വെച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് പറയും. മനസ്സിലായോ? ഇത് എന്തുകൊണ്ടാണ് മോൾക്ക്? എന്താ ദേഷ്യം വരുന്നോ? ഞാൻ പുറത്തായിരുന്നു, 10-12 വർഷം ഞാൻ പുറത്തായിരുന്നു. അപ്പം സൗദിയിലായിരുന്നു. അപ്പം അവിടെ ഞാൻ കുറേ സ്ട്രിക്റ്റും കാര്യങ്ങളും ഉള്ളൊരു നാടാണ്. അപ്പൊ ഞാൻ അവിടെ ജീവിച്ചു വന്ന എനിക്ക് ഇവിടെ വന്നിട്ട് ചില ആൾക്കാരുടെ വീട്ടിൽ തന്നെ ഉള്ളതെന്നാല് ചില പുറത്തുകാൻ പറ്റി ഇഷ്ടപ്പെടാതെ ഞാൻ ദേഷ്യപ്പെടും. അപ്പോ അത് ചിലപ്പം എന്റെ ഏജന്റ് ആയിരിക്കാം. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങള് 12 വർഷമായിട്ട് ഞാൻ ഒരു രീതിയിൽ ഞാൻ ജീവിച്ചു വന്നത്. അതിൽ എനിക്ക് നാട്ടിൽ നിന്നപ്പോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോ അവിടെ ദേഷിക്കും. അതുകൊണ്ടാണ് പ്രയാസം കയറിയെന്ന് പറയുന്നത്. മോൾ, ഞാൻ വേറൊരു കാര്യം മോളോട് ചോദിക്കട്ടെ. ഇത് മോളുടെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിക്കരുത്. മോക്കറിയുമോ, ഈ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് വന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള പല ആളുകൾക്കും നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ, എല്ലായിടത്തെയും പറയുന്നില്ല, ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് കഴിക്കാൻ പോലും മടിയാണ്. കാരണം അവിടുത്തെ വാഷ്റൂമുകളിൽ പോകാൻ മടിയാണ്. അവിടുന്ന് വരുന്ന അത് നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, അവിടുത്തെ അങ്ങനെയാണ്, ഇവിടുത്തെ അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഹലോ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മോളെ, പുറത്ത് താമസിച്ചവർക്ക്. അത് മോൾക്ക് മാത്രമാണെന്ന് മോളും മോളുടെ വീട്ടുകാരും പല ബന്ധുക്കളും കരുതുന്നിടത്താണ് പ്രശ്നം. ഇത് ചുമ്മാ പ്രാശി കയറി ആത്മാവ് കയറി എന്നും പറഞ്ഞിട്ട് ആർക്കും കൊണ്ട് പൈസ കൊടുക്കരുത്. അങ്ങനെ പൈസ കൊടുക്കണം എന്ന് ഇപ്പം നിർബന്ധമായിട്ട് ഇതിനെ ഒഴിപ്പിക്കണമെങ്കിലേ എൻ്റെ ഗൂഗിൾ പേ നമ്പർ തരാം, ഞാൻ 1 മാസം CC അടയ്ക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ പരിപാടിക്കൊന്നും പോകണ്ട. മോളിപ്പോൾ തൽക്കാലം ആ പ്രാശിനെ അങ്ങോട്ട് മാറ്റുക, ആത്മാവിനെ അങ്ങോട്ട് മാറ്റുക. നമുക്ക് ജോലി ചെയ്യണം, എന്തെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ആരും സഹായിക്കാനില്ലെന്ന് മോക്ക് അറിഞ്ഞൂടെ? അപ്പം മോൾ എന്താ ചെയ്യണ്ടേ? ഇപ്പം അത്യാവശ്യമായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ നോക്കുക, അവിടെ ചെന്നിട്ട് ജോലി ചെയ്യാൻ നോക്കുക. അവിടെ നിന്നുകൊണ്ട് ചതിവല്ലാത്ത ഏതെങ്കിലും ഏജൻസിയെ കണ്ടുപിടിച്ച് മൈഗ്രേഷനെ ശ്രമിക്കുക. ധൃതി ഒന്നും പിടിക്കണ്ട, മോൾ ആഗ്രഹിക്കുന്ന പോലെ തരും. ഇത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്താ പറയുക പ്രശ്നം മോളെ? കിടന്ന് ഉറങ്ങുമ്പോൾ പോലും നമ്മൾ ഞെട്ടി ഉണർന്നിട്ട് പ്രാശുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, പിന്നെ മനസ്സിൽ മൊത്തം അതാണെന്ന് ചിന്തിക്കും. പിടികിട്ടിയോ? അതുകൊണ്ട് അത്തരം ചിന്തകളൊക്കെ മാറ്റി നമ്മൾ വളരെ വർക്കഹോളിക് ആവാൻ നോക്കുക, കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമേ. പിന്നെ അമ്പലത്തിലൊക്കെ പോവോ? അതെന്താ അങ്ങനെ പറയരുത്. അതെന്താ? ദൈവങ്ങൾ എന്ത് ചെയ്തു നിങ്ങളോട്? നിങ്ങൾ ആർക്കോ കൊണ്ട് പൈസ കൊടുത്ത് നഷ്ടപ്പെട്ടു പോയത് ദൈവം പറഞ്ഞിട്ടാണോ? ജോലികൾ പിന്നെ വല്ലപ്പോഴും ഒന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോണം. അതോ പോകത്തില്ലയോ? അല്ല, ഞാൻ എല്ലാ ശനിയും ഞായറും ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറും. മതി, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് മതി. പിന്നെ പ്രാശിന്റെ പുറകെ പോകരുത്, ആത്മാവിന്റെ പുറകെ പോകണ്ട കേട്ടോ. ശരി, അപ്പം നല്ലതുപോലെ ട്രൈ ചെയ്തോ കുഞ്ഞെ. ഉറപ്പായിട്ട് നല്ലൊരു ജീവിതം മോളെ സംബന്ധിച്ചുണ്ടാവും. മോള് വിഷമിക്കാതിരിക്കുക കേട്ടോ. നമുക്ക് ഒരു ജോലിയും കൂടെ ഒക്കെ ആവട്ടെ മോളെ. അവിടെ നിന്നെങ്ങാനും സെറ്റായിട്ടുള്ള വല്ലതും എടുക്കും. പക്ഷെ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായോ മോളെ? ശരി, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. 2026 പകുതി കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മാറ്റം ഉണ്ടാവും കേട്ടോ. കൂളായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, വെച്ചേക്കട്ടെ. ടാറ്റാ. ശരി. ഇന്നത്തെ കോൾട്ട് പത്രാവരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ 8075728112. വാട്സപ്പിലൂടെ അയക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ ഒരു QR കോഡ് കണ്ടില്ലേ?
ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പേജിലേക്ക് എത്തും. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം. ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ QR കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും. നമുക്ക് സംസാരിക്കാം, സംവദിക്കാം. ഇപ്പോൾ നമുക്ക് ഉണ്ണി ഗണപതി ഒന്ന് കാണാം, എന്നിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.